കാരുണ്യത്തിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ല, ഒന്നുമില്ല എന്ന ദുസ്തുതി വന്നാൽ അതുപോലെ ഒരു ദയനീയ അവസ്ഥ വേറെ ഇല്ലെന്നതേ സത്യം. ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഇതിനർത്ഥം വലിയ കുടുംബം അസന്തുഷ്ട കുടുംബം എന്നാകണമെന്നില്ല. എന്നാൽ തിരുവനന്തപുരം ബാലരാമപുരത്ത് എത്തിയൂരിൽ സകുടുംബം താമസിക്കുന്ന മുഹമ്മദ് ഹനീഫ എന്ന വയോധികന്റെ ജീവിതത്തിൽ ആർക്കും ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകരുതേ എന്ന് ആരും ഉള്ളുരുകി പ്രാർത്ഥിച്ചു പോകുന്ന വിധത്തിലുള്ള ദുരന്തങ്ങളാണ് ഒന്നിനു പിറകെ മറ്റൊന്നായി സംഭവിച്ചത്. വെറും 3 സെന്റിലുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ് ഏത് നിമിഷവും നിലം പൊത്തും എന്ന ഭീതിതമായ അവസ്ഥയിലുള്ള ഈ പഴകി ദ്രവിച്ച ഓടിട്ട വീട്ടിൽ 13 മനുഷ്യാത്മാക്കളാണ് കഴിഞ്ഞു പോരുന്നതെന്ന സത്യം പറഞ്ഞാൽ ആർക്കും അത് അവിശ്വസനീയമായി തോന്നും. മുഹമ്മദ് ഹനീഫ എന്ന ഈ വന്ധ്യ വയോധികന് 12 മക്കളാണ്. 5 ആൺമക്കളും 7 പെൺമക്കളും. മക്കളും മരുമക്കളുമായി 13 പേരാണ് ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇവരിൽ വരുമാനമുള്ള വ്യക്തി ഈ സാധുവൃദ്ധൻ മാത്രമാണെന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയാലും പലർക്കും അവിശ്വസനീയമായി തോന്നാം. നെയ്ത്ത് ജോലിക്കാരനായ ഇദ്ദേഹം 2 ദിവസം മുഴുവൻ മുഷിഞ്ഞിരുന്ന് ജോലി ചെയ്താൽ കിട്ടുന്നത് വെറും 50 രൂപയാണ്. ഈ വരുമാനം കൊണ്ടാണ് ഈ 13 അംഗ കുടുംബം ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ഞാൻ കൈത്തറി പണി കൊണ്ട് ജീവിക്കുന്നവനാണ്. എനിക്ക് 12 മക്കളുണ്ട്. 5 ആൺകുട്ടികളും 7 പെൺകുട്ടികളുമുണ്ട്. വലിയ ദുരിതമായ ജീവിതങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. എൻ്റെ കുടുംബത്തിനായിട്ട് ഒരുപാട് അംഗസംഖ്യകളൊക്കെ ഉള്ള ഞങ്ങളാണ്. എനിക്ക് 10-50 രൂപയുടെ വരുമാനം കൊണ്ടാണ് ഈ സുഖമില്ലാതെ കിടക്കുന്ന സയ്യിദലിയെ 9 വയസ്സ് മുതൽ ഞാൻ മെഡിക്കൽ കോളേജിൽ പല ആശുപത്രിയിലും ചികിത്സിച്ച് അങ്ങേറ്റം കരപറ്റി ഒരു ഗതിയും ഇല്ലാതെ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞുകൂടി പോകുന്നത്. അവൻ്റെ ചികിത്സ സഹായത്തിന് അവനെ സംരക്ഷിക്കാനുള്ള ആഹാര പാചകത്തിനോ വേണ്ടി ഞങ്ങളെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നിവൃത്തിയും ഇല്ല. കൈത്തറിയിലെ പണി എന്ന് പറയുമ്പോൾ ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടായ ഒരു ജോലിയാണ്. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടും അതിൻ്റെ നേരത്തെ ഉള്ളതുപോലത്തെ ശമ്പളങ്ങളും ഇപ്പോഴും വലുതായിട്ടൊന്നുമില്ല. എന്നാലും അന്നുള്ള ജീവിതത്തിൻ്റെ പേരിൽ ആ പണി ചെയ്തുകൊണ്ട് പോവുകയാണ്. പിന്നെ ഇത് ഈ പണി എന്ന് പറയുന്നത് ഒരു പ്രായപരിധി വരെ ഈ പണി ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ പണി കൊണ്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഈ പണിയുടെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ആരോഗ്യ ശേഷി നഷ്ടപ്പെടുന്ന തോറും ഓരോ ദിവസം പോകും തോറും പണിയുടെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ പണി ചെയ്യാൻ ഒക്കാത്ത ഒരു കണ്ടീഷനും. കോലിന്മേൽ കുരു എന്ന നിലയിൽ ഈ പാവം വൃദ്ധന്റെ 6ാമത്തെ പുത്രനായ സെയ്തലി 38 വയസ്സായ നിലയിലും ഒന്ന് എഴുന്നേൽക്കാനോ നിൽക്കാൻ പോലുമോ എന്തിന് പരസഹായം കൂടാതെ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാൻ പോലും ആവാത്ത നിലയിൽ നിത്യ ദുരിതം അനുഭവിക്കുകയാണ്. ബാല്യകാലത്തെ മന്ദബുദ്ധിയും വികലാംഗനുമായ മകന്റെ ഈ ശോചനീയ അവസ്ഥയിൽ ഈ പിതാവ് ഈ വാർദ്ധക്യത്തിലും തോരാത്ത കണ്ണുനീരുമായി കാത്തിരിക്കുന്നു.
സ്വന്തം മകന് എന്തെങ്കിലും ഈ ദുർഘടാവസ്ഥയിൽ നിന്നും ഒരു മോചനമുണ്ടാകുമോ? എൻ്റെ കൊച്ചുനാളെന്ന് വെച്ചാൽ എൻ്റെ 16ാമത് വയസ്സ് മുതൽ ഞാൻ ഈ കൈത്തറി തൊഴിൽ പഠിച്ച് ഞാൻ ജീവിക്കുന്നവനാണ്. എനിക്ക് 10-12 മക്കളുണ്ട്. 7 പെൺകുട്ടികളാണ്. എനിക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്ത ലെവൽ ആയതുകൊണ്ട് ചെറിയ ലെവലുകളിൽ കൂടി ഓരോരോ ഭർത്താക്കന്മാരെ കണ്ടുപിടിച്ച് നമ്മൾ ഏൽപ്പിച്ച് വിവാഹം ചെയ്ത് അയച്ച് 7 കുട്ടികളെ. അവർക്കും സാമ്പത്തിക ശേഷി ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളെ സംരക്ഷിക്കാൻ പോലുമുള്ള നിവൃത്തികളില്ല. അവരും വലിയ കഷ്ടതയിലാണ് ജീവിക്കുന്നത്. 5 ആൺകുട്ടികളുമുണ്ട്. 5 ആൺകുട്ടികളിൽ ഉള്ളതാണ് ഈ വയ്യാത്ത ഒരു ചെറുക്കൻ. ബാക്കി 4 പേരും അവരും വിവാഹിതരായി അവരും വലിയ കഷ്ടത്തിൽ ജീവിക്കുന്നവരാണ്. ഈ ഉപജീവിതം കൊണ്ടാണ് ഇത്രയും ചെറുപ്രായം മുതലേ ഞാൻ ഈ കൈത്തറി പണി കൊണ്ടാണ് എൻ്റെ കുടുംബം ഞാൻ പോറ്റി കൊണ്ടുപോയിക്കൊണ്ട് ഇന്ന് വരെ ഇരിക്കുന്നത്. ഇന്നത്തെ അവസ്ഥ എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പോലും എന്നെ കൊണ്ട് ശരീര സുഖമില്ലാത്ത ഞാനാണ്. എനിക്ക് 20 കൊല്ലം കൊണ്ട് അൾസറിൻ്റെ അസുഖം പിടിച്ച് അങ്ങനെ ഞാൻ വളരെ ബുദ്ധിമുട്ടിൽ ഞാൻ കൂടിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തിയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ കുറവാണ് ഞങ്ങൾക്ക്. യാതൊരു നിവർത്തിയുമില്ല. പെൺകുട്ടികളെ അയച്ചതാണെന്നുണ്ടെങ്കിൽ വലിയ കഷ്ടപ്പെട്ടും വലിയ ബുദ്ധിമുട്ടിച്ചും ഞാൻ അയച്ച ഒരു വ്യക്തിയാണ്. കൊച്ചുനാൾ മുതൽ ഞങ്ങളെ കുടുംബ പാരമ്പര്യമേ ഈ തൊഴിൽ തന്നെ, ഈ കൈത്തറിയുടെ തൊഴിൽ കൊണ്ട് തന്നെ ഞങ്ങൾ ജീവിച്ച് ഇന്ന് വരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്നെ കൊണ്ട് ഇനി ഈ തൊഴിലിൽ ജീവിക്കാൻ പോലും അർഹതയില്ല. അത്തര കഷ്ടങ്ങളിൽ കിടക്കുന്ന ഞങ്ങളാണ് ഈ ഒരു കുടുംബവും. ഇത് എൻ്റെ നേരെ ഇളയതാണ്. ഇതിന് 14 വയസ്സ് 9 വയസ്സ് മുതൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഓരോ ചികിത്സ ചെയ്തുകൊണ്ട് വരുമ്പോഴും ഓരോരുത്തരും വന്ന് പറയും ഇന്നടത്ത് കൊണ്ടുപോയാൽ അതിനെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് സംസാരിക്കും. അപ്പോഴും ഞങ്ങൾ ഓരോ പ്രാവശ്യം ഓരോരുത്തരും ഒന്ന് പറയുന്നത് ഇന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി ഞങ്ങൾ അവിടെ കൊണ്ടുപോകും. ഞങ്ങളെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും എന്നിരുന്നാലും ഞങ്ങൾ ജോലി ചെയ്ത് അതിൻ്റെ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എവിടെ കൊണ്ടുപോയിട്ടും ഇതുവരെ അതിൻ്റെ ചികിത്സ ഒരു പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ജോലി ചെയ്യുന്ന കാശത്തിനെ ഓരോ സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടുപോയി അങ്ങനെ ഞങ്ങളെ ജീവിതം വളരെ പിന്നിലോട്ടുള്ള ഇതാണ്. ഇതിനിടയ്ക്ക് അത് അച്ഛനെ കൊണ്ടും ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത്രയും കാലം ഞങ്ങളെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങളെ കൊണ്ടും വലിയ നേട്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ ചെന്ന് വിവാഹം കഴിച്ചിടത്തെന്ന് വെച്ചാൽ ഞങ്ങളെക്കാളും വളരെ ശേഷി കുറവുള്ള ഇടത്തുനിന്നാണ് ഞങ്ങൾ വിവാഹം കഴിച്ചതും. ഞങ്ങൾക്ക് അവിടെ ചെന്ന് സ്ത്രീധനമായിട്ടോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല. യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ഭദ്രതയും ഇല്ലാതിരുന്നിട്ടും നീണ്ട 14 വർഷങ്ങൾ സെയ്തലിയുടെ 14 വയസ്സുവരെ ഈ വൃദ്ധൻ മകന്റെ രോഗമുക്തിക്കായി മെഡിക്കൽ കോളേജിലും പല ആയുർവേദ കേന്ദ്രങ്ങളിലും അനവധി ചികിത്സകൾ നടത്തി നോക്കി. പക്ഷേ ഒന്നുകൊണ്ടും ശരിയായ ഫലം കണ്ടില്ല. ഇപ്പോഴും ഒരിക്കലും കൈവിടാത്ത പ്രതീക്ഷയുമായി മകന്റെ രോഗം എങ്ങനെയും ഭേദമാക്കി സെയ്താലിയെ പരാശ്രയമില്ലാതെ സ്വന്തം കാര്യം നോക്കാനെങ്കിലും പ്രാപ്തനാക്കണം എന്നൊരു ആഗ്രഹം, ഒരു പിതാവിന്റെ തികച്ചും ന്യായമായ ആഗ്രഹം ഈ പാവം വൃദ്ധന്റെ മനസ്സിലുണ്ട്. എങ്കിലും അതിനായി ഒരു വഴിയും കാണാനാവാതെ ഇദ്ദേഹം ഉഴലുകയാണ്. ഈ കഷ്ടങ്ങൾക്കെല്ലാം പുറമെ സെയ്തലിയുടെ വൃദ്ധമാതാവും വാർദ്ധക്യ സഹജമായ നാനാ രോഗങ്ങളാൽ വലയുന്ന ഒരു നിത്യരോഗിയാണ്. ഒരു കൊച്ചു സഹായത്തിനു പോലും ആരുമില്ലാത്ത ഈ നിരാലംബ കുടുംബത്തിന്റെ ഭാവി എന്താണ്?
സാമ്പത്തിക ശേഷിയും ഇല്ല. ഈ വരുമാനം കൊണ്ടുള്ള എൻ്റെ ഭർത്താവിൻ്റെ വരുമാനം കൊണ്ടുള്ള ഇതാണ്. അതും ജോലി ചെയ്യാനെ കൊണ്ടുള്ള കഴിവൊന്നുമില്ല, ജോലി ചെയ്യാൻ വയ്യ. എന്നാലും വെള്ളം കുടിക്കാവുന്ന കണക്കാക്കിയൊക്കെ ഉള്ളതിൽ പോകുന്നു. മക്കളൊക്കെ വലിയ സാമ്പത്തിക ശേഷികൾ ഉള്ള മക്കളൊന്നുമല്ല. ആണിനെ കൊണ്ടുമില്ല പെണ്ണിനെ കൊണ്ടുമില്ല, ചെറിയ വരുമാനത്തിൽ കൂടെ ഉള്ള ജീവിതങ്ങളാണ്. 10 ഗുളിക വാങ്ങിക്കാൻ പോലും ഉള്ള നിവൃത്തികളില്ല. അങ്ങനെയുള്ള തരത്തിൽ കഴിയുകയാണ്. അവൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ടേ ഞങ്ങൾക്ക് ഉള്ളൂ. ഞങ്ങൾ മാതാപിതാക്കൾ ഞങ്ങൾ മരണപ്പെടുന്നത് വരെ ഞങ്ങൾ അന്വേഷിക്കും. പിന്നീട് അവനെ ആരാണ് സംരക്ഷിച്ചിട്ട് കൊണ്ടുപോകുന്നത്, ആരുടെ സഹായങ്ങളാണ് ഉള്ളത് എന്നുള്ളതിനെ പറ്റി നമുക്ക് യാതൊരു വീട്ടിലുള്ളവർ സഹായം കാണും എന്നുള്ളതേ ഉള്ളൂ. ആളായിട്ടുള്ള സഹായം കാണും. അല്ലാതെ അവന് വേറെ യാതൊന്നും കൊടുക്കാനും വാങ്ങിക്കാനുള്ള ഗതികളൊന്നും ഇവിടെ ആരെക്കൊണ്ടും ഇല്ല. ഈ വയസ്സെന്ന കാലത്ത് ഞാൻ കടിച്ചു പിടിച്ചാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ട് പോകുന്നത്. എനിക്ക് കിട്ടുന്ന വരുമാനങ്ങളൊന്നും വെളിയിൽ പറയാൻ പറ്റാത്ത വരുമാനങ്ങൾ. സിഗരറ്റ് വലിക്കുന്നവർക്ക് ഒരുപാട് സിഗരറ്റ് വാങ്ങിച്ച് വലിക്കാൻ പോലും തികയില്ല. അങ്ങനെയുള്ള വരുമാനം കൊണ്ടാണ് ഞാനും ഒരു രോഗിയായിട്ട് മാറി ഞങ്ങൾ കഴിയുന്നത്. ഇനി എൻ്റെ ഭാര്യയ്ക്ക് ഗുളികകൾ വാങ്ങിക്കണം, എനിക്ക് ഗുളിക വാങ്ങിക്കണം, മരുന്നുകൾ വാങ്ങിക്കണം. ഇതിനൊക്കെ ഒരുപാട് ചിലവും കാരണങ്ങളും ഉണ്ട്. മക്കളുണ്ടെന്നേ ഉള്ളൂ. മക്കൾക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തതിൻ്റെ പേരിലുള്ള കഷ്ടമേ ഉള്ളൂ. ഓരോ മക്കളും ഓരോ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ അവരും രോഗിയായിട്ട് അവരെ കുടുംബങ്ങൾ കഴിഞ്ഞുകൂടി പോകുന്നതുകൊണ്ട് ഞങ്ങളെയും കൂടി അവരെ കഴിവിൻ്റെ പരമാവധി നോക്കിയിട്ട് ശ്രമിക്കുന്നില്ല. ഞങ്ങൾക്ക് കയറി കിടക്കാൻ 1 സെന്റ് ഭൂമി പോലും വേറെ ഇല്ല. ഈ കുടുംബ ഷെയറിലുള്ള ഇവിടെ 3 സെന്റ് സ്ഥലവുമുണ്ട്. ഞങ്ങൾ ഇത്രയും മക്കളുമുണ്ട്. ഞങ്ങളിങ്ങനെയാണ് ഇവൻ്റെ ചികിത്സയും കൊണ്ട് അതിൻ്റെ ഇപ്പോഴും കൊണ്ടുപോയി പിന്നെ കുറച്ച് ചികിത്സയൊക്കെ ചെയ്തതാണ്. അപ്പം ഇനി ഞങ്ങൾ കൊണ്ടുപോകാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഞങ്ങളുടെ ജീവിതം. ആ ചെറുക്കൻ 6ാമത്തെ ചെറുക്കനാണ്. 38 വയസ്സായി. ഞാൻ 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ആശുപത്രി അത്രയും കയറി ഇറങ്ങി ചികിത്സിച്ചിട്ട് എനിക്ക് യാതൊരു നേട്ടവും ഉണ്ടായില്ല. അവൻ്റെ അംഗവൈകല്യം ഉള്ളതും മന്ദബുദ്ധിയും എണീറ്റ് നടക്കുകയും യാതൊരു ഒന്നും ചെയ്യാത്ത ഒരു രൂപമുള്ള ഒരു ചെറുക്കനാണ്. കണ്ണ് കാഴ്ച പോലും ഇല്ല. അങ്ങനെ വലിയ ദുരിതത്തിൽ ഞങ്ങൾ കഴിയുന്ന ഒരു കുടുംബങ്ങളാണ് ഞങ്ങൾ. ഈ ഉപജീവിതം കൊണ്ട് 10-40 രൂപയുടെ ജോലി ചെയ്താൽ ഈ വയസ്സെന്ന അളവിൽ ഞങ്ങൾ എന്തൊരു ചെയ്ത് എങ്ങനെ ഈ കുടുംബം പോറ്റുന്നുള്ളത് പോലെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം ഉണ്ടാക്കി തരണം. ഈ മോനെയും അന്വേഷിക്കാനെ കൊണ്ടുള്ള നിവൃത്തികളില്ലാത്ത തരത്തിലൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഉള്ള ഒരിതിൽ ഒരു കൂര സഹിതം മഴ പെയ്താൽ കിടക്കാൻ നിവൃത്തിയില്ല. മഴ പെയ്താൽ വെളിയിലിറങ്ങേണ്ട ഇതിലാണ് കഴിഞ്ഞു കൂടുന്നത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിൽ കഴിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഉള്ള ഒരിത് ചെയ്ത് തന്നാൽ അതൊരു നന്ദി. പിന്നെ അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ സുഖമില്ലാത്ത ഇതില്ലാണെങ്കിൽ അവരെ ചികിത്സയും കൂടിയൊക്കെ നോക്കിയെടുത്ത് മൊത്തത്തിൽ ഞങ്ങളിങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. എന്തെങ്കിലും ധനസഹായങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിന് അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. പരസ്പര സഹായം പോലെ ഒരു പുണ്യം ഈ ഭൂമിയിൽ വേറെ ഇല്ലെന്ന് പറയാറുണ്ട്. മുഹമ്മദ് ഹനീഫയുടെ കുടുംബത്തെ പോലുള്ള നിസ്സഹായരെ സഹായിക്കുന്നവർ സർവശക്ത സമക്ഷത്തിൽ ആരാധരായിത്തീരും എന്നതിൽ സംശയമില്ല. എന്നിരുന്നാലും ഒന്ന് തിരിച്ച് പ്രതീക്ഷിക്കാത്ത
ഏത് ചെറിയ സഹായവും ദൈവത്തിനു മുന്നിൽ വൻ നിധികളായി തന്നെ കരുതപ്പെടും എന്നതിൽ ഈ നിരാശാ കുടുംബത്തെ അകമഴിഞ്ഞ് സഹായിക്കാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ മനസ്സ് വെക്കട്ടെ എന്ന് അപേക്ഷിക്കുന്നു. ഈ കുടുംബത്തെ സഹായിക്കാനുള്ള വിലാസം: സെയ്തലി, കരിക്കാട്ടുവിള, ഐത്തിയൂർ, ബാലരാമപുരം, ട്രിവാൻഡ്രം. അക്കൗണ്ട് നമ്പർ SPT ബാലരാമപുരം ബ്രാഞ്ച് 6714654243. അക്കൗണ്ട് നമ്പർ SPT ബാലരാമപുരം ബ്രാഞ്ച് 6714654243. ഫോൺ 94 96 77 60 15. ഫോൺ 94 96 77 60 15. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരേക്കും ബൈ ഫ്രം മനു.